യെസ്. ഓക്കെ, സോ കൽബ് എന്ന് പറഞ്ഞ മൂവി പ്രേക്ഷകർ ഇരു കയ്യും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ? ആൻഡ് എന്താണ് പറയാനുള്ളത് കോഴിക്കോടുകാരുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി, അവർ കാണിച്ച സ്നേഹത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്ലീസ്. ഒരുപാട് നന്ദി. നമ്മളിങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും ഒരു ഹിറ്റാവും. നിങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മളെ ക്യാരക്ടേഴ്സിനെയും ഈ കഥയിലും ഇങ്ങനെ സ്നേഹിക്കുന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. ഏറ്റവും അധികം നമുക്ക് സ്നേഹം കിട്ടിയത് കോഴിക്കോട് നിന്നാണ്. സോ കോഴിക്കോട് എൻ്റെ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്മളെ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇനിയും നമുക്ക് ഈ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ, നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടട്ടെ എന്നാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ഐ ക്യാൻ സീ ദ ബ്ലഷ് ഓൺ യുവർ ഫേസ്. അത്ര ഹാപ്പി ആണെന്നുള്ളത്. താങ്ക് യു. ആൻഡ് നമ്മുടെ സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്നതിന് റീബോൺ ദ ഹീറോ അല്ലേ? നമ്മളൊരു മൂവി നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ രണ്ട് ഫേസസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ദ ഹീറോയിൻ ആൻഡ് ഹീറോ. ആൻഡ് ഏറെ സ്നേഹത്തോടെയാണ് ഞാൻ ഹീറോയെ വെൽക്കം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2024 ഹിറ്റായി മാറിയിട്ടുള്ള രണ്ട് മൂവിയിലൂടെ രണ്ട് എൻ്റെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഏറെ സ്നേഹത്തോടെ let me welcome രഞ്ജിത്ത് സലിം on the stage. Let's give a huge round of applause for him. Yes. So over to you. എന്താണ് ഈ സ്നേഹത്തിനോട് പറയാനുള്ളത്? എന്താണ് ഇവരോട് സംസാരിക്കാനുള്ളത്? പ്ലീസ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എപ്പോഴും നോക്കിയാലും കൽബും അതിൻ്റെ കിട്ടുന്ന എല്ലാ ടീമും എസ്പെഷ്യലി OTT റിലീസ് കഴിഞ്ഞിട്ട് ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. ആദ്യം തിയേറ്ററിൽ ഇറങ്ങിയപ്പം അത്രയ്ക്ക് പ്രതീക്ഷ അത്ര ചെയ്തില്ലെന്നൊരു കൊച്ചു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ OTT ഇറങ്ങിയപ്പം നിങ്ങൾ അതിൻ്റെ 10 ഇരട്ടി 20 ഇരട്ടി ലാഭമാക്കുന്നത്. സോ ഐ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഫോർ ഓൾ ഓഫ് മൂവീസ്. സോ താങ്ക് യു എവരിബഡി. Thank you so much. And ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല, ഇന്റർവ്യൂസ് കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ ഫിലിമിലെത്തി? ഫസ്റ്റ് പടം കലമ്പാണ്, മൈക്കാണ്. അതിനുശേഷം എങ്ങനെ ഇൻഡസ്ട്രിയിലെത്തി ഭയങ്കര ആഗ്രഹമാണ്. നമ്മളെല്ലാവരും എൻ്റെ ഏജിലുള്ളവരാണെങ്കിലും ഫിലിമിലെത്തുക, ഫിലിമിൽ അഭിനയിക്കുക, ഇൻഡസ്ട്രി എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഒരു സീറ്റും കാണിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എങ്ങനെ ഇൻഡസ്ട്രിയിൽ എത്തിയെന്ന് അറിയാനാണ് മെയിൻ. സോ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നെ അഭിനയം വേദി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും താല്പര്യമുള്ളൊരു വേദിയായിരുന്നു, എപ്പോഴും പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ മൈക്ക് എനിക്ക് ആദ്യത്തെ ഒരു അവസരം തന്നത് ഒരു ഫീച്ചർ ഫിലിമായിട്ട്. സോ അത് അതുപോലെ 2022 റിലീസ് ചെയ്തത്. സോ ആക്ച്വലി എൻ്റെ ഫാമിലി ഫിലിം പ്രൊഡ്യൂസേഴ്സ്. സോ ഡെഫിനറ്റ്ലി എനിക്കൊരു വേദി കിട്ടാൻ എടുത്തായിരുന്നു. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കഴിവ് കൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ നിലനിൽക്കാൻ പറ്റുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്ന ബ്രോവും അഭിനയം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന്. ഞാൻ അഭിനയം ഇഷ്ടമുള്ള ഒരാളാണ്, ഫിലിം കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഫിലിം നല്ലതായിട്ട് നമുക്കൊരു ഫിലിം കാണുമ്പോൾ അതിൻ്റെ എല്ലാ ആംഗിളും സിനിമാറ്റോഗ്രാഫി ആയാലും അതിൻ്റെ മേക്കിംഗ് ആയാലും മ്യൂസിക് ആയാലും അതെല്ലാം നോക്കി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആക്ട് ചെയ്യാൻ അങ്ങനൊന്നും താല്പര്യമില്ല. ഇപ്പോൾ ബ്രോയുടെ പിന്നെ മുന്നിലുള്ള അതായത് പറഞ്ഞാൽ അപ്പോൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് ഇത് കാരണം യൂഷ്വലി എനിക്ക് എപ്പോഴും ഫിലിമിൽ ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ജോൺ ഇബ്രാഹിം നമ്മുടെ ഹിന്ദി ആക്ടർ പുള്ളി പ്രസന്റ് ചെയ്ത ആദ്യത്തെ പടമായിരുന്നു മൈക്ക്. അതിലെനിക്ക് ആദ്യത്തെ അവസരം കിട്ടിയത്. അത് കാരണമാണ് കൽബിൽ എനിക്ക് വിളി കിട്ടിയത്. അത് കാരണമാണ് ഗോളത്തിൽ വിളി കിട്ടിയത്. സോ ഡെഫിനറ്റ്ലി അതൊരു ജേർണിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആസ് എൻ ആക്ടർ എനിക്ക് നിങ്ങളെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യണം. എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞ പോലെ ബ്രോ അത് കണ്ടപ്പം ബ്രോനെ ഫീൽ ചെയ്ത മറ്റേ ഇതില്ല, മറ്റേ ഇൻട്രസ്റ്റ് ഇഷ്ടം അത് മതി. ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനൊരു ആക്ടറായിട്ട് പെർഫോമൻസ് ചെയ്തിട്ട് നോക്കും. സോ ഡെഫിനറ്റ്ലി ഞാൻ ആദ്യത്തെ പടം മൈക്കിലെത്തിയത് ഡെഫിനറ്റ്ലി ജോണി ബ്രാൻ പ്രസന്റ് ചെയ്ത ബാനറിലായിരുന്നു. പിന്നെ കുറച്ച് ഓഡിഷൻ വീഡിയോസ് ചെയ്യുമായിരുന്നു കൊച്ചിനായിട്ട്. അതൊക്കെ കണ്ടായിരിക്കാം പുള്ളിക്ക് എന്നെ കാസ്റ്റ് ചെയ്യാനൊരു താല്പര്യം വന്നത്. ബട്ട് ഐ ജസ്റ്റ് ബിലീവ് ദാറ്റ് നമ്മൾ ഒരു കാര്യത്തിൽ പാഷനേറ്റായിട്ട് പെർസ്യൂ ചെയ്താൽ എപ്പോഴെങ്കിലും നമുക്കത് നമുക്ക് നേടും ഇന്നല്ലെങ്കിൽ നാളെ.
പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഇനിയും ഇങ്ങനെ പുതിയ ആർട്ടിസ്റ്റിനെ പുതിയ ഡയറക്ടേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാം, എന്നാലേ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആയി തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.